വീഡിയോ കോളാണോ? ആ സോജ എന്നാ പറ്റി പതിവില്ലാതെ വീഡിയോ കോളൊക്കെ വിളിച്ചേ? ഓ ചുമ്മാ അങ്ങനെ ഭക്ഷണം വിളിക്കാന്ന് വിചാരിച്ചു. ആ അത് കൊള്ളാം അത് കൊള്ളാം. വിശേഷം വിശേഷം എന്നാ, നമ്മള് നോമ്പുകാലമൊക്കെ തുടങ്ങിയില്ലേ. ഇവിടെ വൈകുന്നേരം ആവറപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഭക്ഷണം എടുക്കാൻ പോയപ്പോഴാണ് നിന്റെ ഫോൺ കോൾ വന്നത്. ഞാനെങ്കിൽ പിന്നെ നിന്നോട് ഞാൻ കറക്റ്റ് സമയത്താണേ വിളിക്കത്തുള്ളൂ. ആ അതെ അതെ. എന്നാ വേണ്ടോട്ടെ കഴിക്കാൻ എന്നാ? ആ എന്തെങ്കിലും ചപ്പാത്തിയും കിഴങ്ങറി. നോമ്പൊക്കെ അല്ലേ? ഓ നോയമ്പ്, നോമ്പല്ലേ. ഓ ഇവിടുത്തെ നോയമ്പൊക്കെ കണക്കാച്ചാ. അത് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ ഇറച്ചിയൊക്കെ പറ്റത്തുള്ളൂ, അല്ല വേറൊരു വഴിയില്ല, അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പം UK നോമ്പ് നോക്കുന്ന മലയാളികളോ അല്ലെങ്കിൽ കത്തോലിക്കലോ ഒന്നും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല എന്നാലും ഞാൻ ഒരു ഫ്ലോയിൽ വന്നപ്പോ അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് വേണമെന്ന് വിചാരിച്ചാ മനസ്സ് വെച്ചാലേ നമുക്ക് സാധിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ഇവിടെ ഇറച്ചിനെക്കാട്ടിലൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ പച്ചക്കറിക്കൊക്കെ. നല്ല പച്ചക്കറിയൊക്കെ കിട്ടാൻ നല്ല വില കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. സോജ, നീ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നീ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലുവേ കുറച്ചൊക്കെ വില കൊടുക്കേണ്ട കാര്യമാണല്ലോ നമ്മൾ നോമ്പ് കാലത്ത് ചെയ്യേണ്ടത്. ഈശോനെ ആണേലും സ്വന്തം ജീവനും വിലയായിട്ട് കൊടുത്തിട്ടല്ലേ നമുക്ക് പാവത്തിൽ നിന്ന് മോചനമൊക്കെ നേടിത്തന്നത്. എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. കാര്യം ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ നോമ്പൊക്കെ നോറ്റോണ്ടിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പറ്റാതെ വന്നത്. അപ്പം എന്റെ മാക്സിമം ഞാൻ നോക്കാം. അത് മതി മോനെ, അത് മതി. സോജയുടെ സാഹചര്യം ഇപ്പൊ എന്ത് തന്നെ ആയതുവേ കുറച്ച് വില കൊടുത്താണെങ്കിലും ഈ നോമ്പ് നോക്കുന്നത് വളരെ നല്ലതാണ്.